ഹലോ ഗായ്സ്, വെൽക്കം ടു ഫോസ്റ്റർ ട്രേഡിംഗ് അക്കാഡമി. ഇന്ന് നമുക്ക് പ്രൈസ് ആക്ഷൻ സീരീസിന്റെ ഫിഫ്ത്ത് എപ്പിസോഡ് ആയിട്ടുള്ള ലിക്വിഡിറ്റി സ്വീപ്പിനെ കുറിച്ചിട്ട് നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാം. നമുക്ക് ഈ ലിക്വിഡിറ്റി സ്വീപ്പിനെ കുറിച്ചിട്ട് സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാം. നമ്മൾ യൂട്യൂബിൽ നോക്കുകയാണെന്നുണ്ടെങ്കിലും വലിയ 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 ട്രേഡേഴ്സും അതുപോലെ തന്നെ അക്കാഡമീസും വലിയ പ്രൈസ് തൗസൻഡ്സ് ഓഫ് ഡോളേഴ്സ് കൊടുത്ത് പഠിക്കുന്ന അല്ലെങ്കിൽ പഠിപ്പിക്കുന്ന കാര്യമാണ് ലിക്വിഡിറ്റി സ്വീപ്പ് എന്ന്. അത് നമുക്ക് സിമ്പിൾ ആയിട്ട് എങ്ങനെയാണ് മാർക്കറ്റിൽ വർക്കൗട്ട് ആവുക എന്ന് ചിന്തിക്കുക. ശരിക്കും നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും സ്റ്റോപ്പ് ലോസ് 100 ആണെന്ന് പറയും. നമ്മളൊരു 10 ട്രേഡ് എടുത്തിട്ടുണ്ടെങ്കിൽ 8 ട്രേഡും സ്റ്റോപ്പ് ലോസ് 100 ചെയ്തു നമ്മളെ വാഷ് ഔട്ട് ആയി എന്ന് കേൾക്കും. സോ നമ്മളെ സ്റ്റോപ്പ് ലോസസ് എന്തുകൊണ്ടാണ് ഹിറ്റ് ചെയ്യപ്പെടുന്നത്, ഹണ്ട് ചെയ്യപ്പെടുന്നത്? സോ അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ലിക്വിഡിറ്റി എഞ്ചിനീയറിംഗിനെ കുറിച്ചിട്ട് വ്യക്തമായ ഒരു ധാരണ ഇല്ലാത്തതുകൊണ്ട് മാത്രമാണ്. സോ ഈ ലിക്വിഡിറ്റി സ്വീപ്പ് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ ട്രേഡിംഗ് കരിയറിൽ നിന്ന് മാറ്റുന്ന ഒരു സ്റ്റെപ്പാണത്. സോ നമ്മൾ ലിക്വിഡിറ്റി സ്വീപ്പ് എന്താണെന്നുള്ളൊരു കോർ പോയിന്റ് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. സോ ബാങ്ക്സ് എങ്ങനെയാണ് നമ്മളെ ലിക്വിഡിറ്റി എടുക്കുന്നത്, അവർക്ക് യാത്ര ചെയ്യാനുള്ളൊരു ഫ്യൂലാണ് നമ്മളെ ലിക്വിഡിറ്റി. ഇത്ര ഒരു ഐഡിയ എങ്ങനെയാണത് അവർ ലിക്വിഡിറ്റി എടുക്കുന്നത് എന്നുള്ളതിന്റെ ഒരു ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ നമുക്ക് പ്രാക്ടിക്കൽ എക്സാമ്പിളിലൂടെ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, മാർക്കറ്റ് ലിക്വിഡിറ്റി സ്വീപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെയാണോ വെൻ പ്രൈസ് ഇന്റൻഷ്യലി മൂവ് ടു എ ലെവൽ, അതായത് പ്രൈസ് മൂവ് ചെയ്യും, എവിടെ ഒരുപാട് സ്റ്റോപ്പ് ലോസസ് ഉള്ള ഏരിയയിലോട്ട് പ്രൈസ് മൂവ് ചെയ്തിട്ട് പെൻഡിങ് ഓർഡേഴ്സ് എക്സിസ്റ്റ് ചെയ്തതിനെ ട്രിഗർ ചെയ്തിട്ട് മാർക്കറ്റ് അതിന്റെ ഡയറക്ഷനിലേക്ക് പറയുന്ന പേരാണ് ലിക്വിഡിറ്റി സ്വീപ്പ്. അതായത് ഈ ഒരു ക്യാൻഡില്, ഫോർ എക്സാമ്പിൾ പ്രാക്ടിക്കൽ എക്സാമ്പിൾ വെച്ചിട്ട് നമുക്ക് പറയുകയാണെങ്കിൽ ഈ ഒരു ക്യാൻഡില് ഹാമർ ക്യാൻഡിൽ വന്നോട് കൂടിയിട്ട് എന്ത് ചെയ്യൂ, റീറ്റെയിൽ ട്രേഡേഴ്സ് ഇവിടുന്ന് ഓർഡേഴ്സ് വാങ്ങിച്ചിട്ട് മാർക്കറ്റ് മുകളിലോട്ട് പോകും എന്നുള്ളൊരു കൺസെപ്റ്റിലിരിക്കും. സോ അവരെല്ലാവരും സ്റ്റോപ്പ് ലോസസ് എവിടെയാണ് വെക്കുക, ഈ ഹാമറിന്റെ തൊട്ട് താഴെയാണ് അവർ സ്റ്റോപ്പ് ലോസസ് വെക്കുക. ഓക്കെ, സോ ഇവിടെ ഒരുപാട് ഓർഡേഴ്സ് ഉണ്ട്. സോ ഇതാണ് റീറ്റെയിൽ ട്രേഡർ തിങ്കിങ്. സോ ഇവിടെ സ്റ്റോപ്പ് ലോസ് വെച്ചിട്ടുണ്ടെങ്കിൽ മാർക്കറ്റ് ഒരു സിഗ്സാക് മൂവ്മെന്റ് നടത്തി മുകളിലോട്ട് പോകുന്നുണ്ട്. സോ ആക്ച്വലി ഇവിടെ എന്താണ് നടന്നിട്ടുള്ളത്, ഇവിടെ മാർക്കറ്റ് താഴെ വന്ന് നമ്മളെ സ്റ്റോപ്പ് ലോസസും എടുത്തുകൊണ്ടാണ് മാർക്കറ്റ് തിരിച്ചു പോയത്. ഇതിന് പറയുന്ന പേരാണ് സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ്, ലിക്വിഡിറ്റി സ്വീപ്പിംഗ്. നമ്മൾ ICT കൺസെപ്റ്റിൽ പറയുകയാണെങ്കിൽ ഇൻഡ്യൂസ്മെന്റ് നടത്തിയിട്ട് മാർക്കറ്റ് ലിക്വിഡിറ്റി പൂൾ എന്ന് പറയും. ഇതിന് ഒരുപാട് ആളുകൾ ഒരുപാട് രീതിയിൽ പറയുന്നുണ്ട് ഈ ഒരു പേരിന്. പക്ഷെ ഇവിടെ നടക്കുന്ന ഒരു സിനാരിയോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിനൊരു കോർ സ്റ്റെപ്പ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ലിക്വിഡിറ്റി എടുക്കുക എന്നുള്ളതാണ്. ഫോർ എക്സാമ്പിൾ നമ്മളൊരു ബാങ്ക് ആണെന്ന് വെക്കുക. സോ നമ്മൾ സ്റ്റോപ്പ് ലോസസ് എന്തിനാണ് ബാങ്ക്സിന് വേണ്ടത്? സോ ഞാനൊരു ബാങ്കാണ്, എനിക്ക് 10,000 ലോട്ട് ഗോൾഡ് ബൈ ചെയ്യണം. സോ ബൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ മാർക്കറ്റ് പ്രൈസിൽ ഈ ഒരു ഏരിയയിൽ ഫോർ എക്സാമ്പിൾ 4,778 എനിക്ക് വാങ്ങിക്കണം 10,000 ലോട്ട്. ഇൻ കേസ് ഞാൻ ആ ഓർഡർ ഞാൻ മാർക്കറ്റ് ഓർഡർ പ്ലേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് എല്ലാ ഓർഡറും ഫില്ല് ചെയ്യപ്പെടുക 4,796ന്റെയും 4,780ന്റെയും മിഡിലായിരിക്കും. ഒരു $16 അല്ലെങ്കിൽ 16 പോയിന്റ് ഡിഫറൻസിലായിരിക്കും എൻ്റെ ഈ 10,000 ഓർഡേഴ്സ് മാർക്കറ്റിൽ ഫില്ല് ആവുക. കാരണം എനിക്ക് ബൈ ചെയ്യുമ്പോൾ തിരിച്ച് അവിടെ ഒരു സെല്ലർ അവിടെ അവൈലബിൾ അല്ല എനിക്ക്. അതുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ സെല്ലേഴ്സ് എവിടെ അവൈലബിൾ ആയിട്ടിരിക്കുക, കാരണം റീറ്റെയിൽ ട്രേഡേഴ്സ് ഏറ്റവും കൂടുതൽ സ്റ്റോപ്പ് ലോസസ് വയ്ക്കുക ഈ ഒരു ഏരിയയിലാണ്. ഇവിടെയാണ് ആ 10,000 ലോട്ടിന്റെ ഏറ്റവും കൂടുതൽ ഓർഡേഴ്സ് ഇവിടെയാണ് ഇരിക്കുന്നത്. അപ്പോൾ സോ പ്രോബബ്ലി ബാങ്ക്സ്, ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്താ ചെയ്യുക, ഈ ഓർഡേഴ്സ് എടുക്കാൻ വേണ്ടിയിട്ട് താഴോട്ട് വരും. ഈ ഓർഡേഴ്സ് എടുത്ത് താഴോട്ട് വന്നതിന് ശേഷമായിരിക്കും മാർക്കറ്റ് എന്ത് ചെയ്യുക, ഷിഫ്റ്റ് ചെയ്യുക മുകളിലോട്ട്. ഈ ഓർഡേഴ്സ് ഇവിടെ എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ ഡയറക്ഷനിലോട്ട് മാർക്കറ്റിനെ കൊണ്ടുപോകും. സോ അവർക്ക് എന്ത് ചെയ്യണം, ലിക്വിഡിറ്റി വേണം. ഇതിന് പറയുന്ന പേരാണ് ലിക്വിഡിറ്റി ഇവിടെ ഈ ഒരു ഏരിയയിൽ. സോ ഇപ്പോൾ ഞാൻ ഒരു ബാങ്കാണ്, 10,000 ലോട്ട് ഞാൻ ഇവിടെ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ സ്ലിപ്പേജ് ത്രൂ എനിക്ക് എൻ്റെ ഓർഡർ ഫില്ല് ചെയ്യപ്പെടും 4,796 സോ എനിക്ക് ബെസ്റ്റ് പ്രൈസ് എനിക്ക് കിട്ടുന്നില്ല. എനിക്ക് എവിടെയാണ് ബെസ്റ്റ് പ്രൈസ് കിട്ടുക, ഈ 10,000 ലോട്ട്സ് ഏറ്റവും കൂടുതലായിട്ട് ഉള്ള ഏരിയയിലാണ് ഈ ഒരു ഏരിയ. സോ ഈ ഒരു ഏരിയയിലാണ് എൻ്റെ ഓർഡർ ഞാൻ എന്ത് ചെയ്യുക, പ്ലേസ് ചെയ്യാൻ നോക്കുക. കാരണം ഇവിടെ സെല്ലേഴ്സ് അവൈലബിൾ ആണ്. കാരണം ഇവിടുന്ന് ബൈ ചെയ്ത ആളുകൾക്കുള്ള സ്റ്റോപ്പ് ലോസസ് ഇവിടെ അവൈലബിൾ ആണ്. സ്റ്റോപ്പ് ലോസസ് അവർ സെൽ ഓർഡർ ഇവിടെയാണല്ലോ പ്ലേസ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ
ഒരു റീറ്റെയിൽ ട്രേഡർ ഇവിടുന്ന് വാങ്ങിച്ച് അവർക്ക് ടാർഗറ്റ് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അവർ സെൽ ഓർഡർ എക്സിക്യൂട്ട് ആവുക ഇവിടെ അല്ലേ താഴോട്ട് വരുമ്പോൾ. അപ്പോൾ ആ ഏരിയയിലാണ് എൻ്റെ ഓർഡർ എക്സിക്യൂട്ട് ആവുക ബാങ്ക്സിന്റെ. സോ നമ്മൾ മനസ്സിലാക്കണം, റീറ്റെയിൽ ട്രേഡർ എന്നുള്ള കൺസെപ്റ്റും സ്മാർട്ട് മണി എന്നുള്ള കൺസെപ്റ്റും രണ്ടും രണ്ടാണ്. രണ്ടും രണ്ട് രീതിയിൽ ചിന്തിക്കുന്ന ആളുകളാണ്. സോ ഐ നീഡ് 10,000 ലോട്ട്സ് ടു സെൽ ദ ഓർഡേഴ്സ്. അതായത് 10,000 ലോട്ട്സ് എനിക്ക് എന്ത് വേണോ, സെൽ ഓർഡർ വന്നു കഴിഞ്ഞാൽ എൻ്റെ ബൈ ഓർഡർ ഫിൽ ആവുള്ളൂ. ആ ഒരു കൺസെപ്റ്റ് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ട്രേഡിങ്ങിന്റെ കരിയറിന്റെ ഏറ്റവും കോർ ഏരിയയിലൂടെ നിങ്ങൾ കടന്നുപോയി എന്നർത്ഥം. സോ ഒരു സക്സസ്ഫുൾ ട്രേഡിങ്ങിന് ലിക്വിഡിറ്റി സ്വീപ്പ് എന്താണെന്നുള്ളതും ലിക്വിഡിറ്റി പൂൾ എന്താണെന്നുള്ളതും ഇൻഡ്യൂസ്മെന്റ് എന്താണ്, ഇതൊക്കെ ഡിഫറെന്റ് വേർഡുകളാണ്. പക്ഷെ ഇവിടെ നടക്കുന്ന സിനാരിയോ ഒന്നാണ്. ഓക്കെ, സോ ഇത് ശരിക്കും ഒരു ട്രേഡിങ്ങിന്റെ സീക്രട്ട് ആണ് ശരിക്കും. സോ നമ്മൾ എപ്പോഴും മനസ്സിലാക്കി വെക്കുക, എന്തുകൊണ്ടാണ് നമ്മളെ സ്റ്റോപ്പ് ലോസസ് ഹണ്ട് ചെയ്യപ്പെടുന്നത്, നമ്മളെ സ്റ്റോപ്പ് ലോസസ് ഹണ്ട് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് എന്തുകൊണ്ടാണ് ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് പോകുന്നത് എന്നുള്ളത്. ഇതൊരു സിമ്പിൾ കാര്യമാണ്. സോ അതിന് കൂടെ കാൻഡിൽ സ്റ്റിക്കിൽ നമ്മൾ മാസ്റ്റർ ചെയ്താൽ മതി. സോ ഇത്രയും കാര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഈ ഒരു ക്യാൻഡിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫ്രൈഡേ 17th of April 5:29 ഈ ക്യാൻഡിലെ ഡെൽറ്റ നിങ്ങൾ നോക്കുകയാണെങ്കിൽ മനസ്സിലാവും, ഹ്യൂജ് ഡെൽറ്റ ഇവിടെ ഫോം ചെയ്തിട്ടുണ്ട് ബൈയിങ് സൈഡിലേക്ക്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ അത്രയും ഓർഡേഴ്സ് ഈ ഒരു ചെറിയ ക്യാൻഡിൽ ഫില്ല് ചെയ്തിട്ടുണ്ട്. ഈ രണ്ട് റെഡ് ക്യാൻഡിൽ ഉള്ളതിനേക്കാളും കൂടുതൽ ബയേഴ്സ് ഇവിടെ ഫോം ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ ബൈ ഓർഡർ ഐസ്ബർഗ് ഓർഡർ എന്ന് പറയും. ഇൻസ്റ്റിറ്റ്യൂഷൻ എപ്പോഴും ഈ 10,000 ഓർഡർ എങ്ങനെയാണ് ഫില്ല് ചെയ്യപ്പെടുക, ഈ 10,000 ഓർഡറിന്റെ ഫോർ എക്സാമ്പിൾ 100 ലോട്ടിന്റെ 10 ട്രേഡ്സ് ആയിരിക്കും. സോ 1,000 ആയി. അങ്ങനെ അവർ സ്പ്ലിറ്റ് ചെയ്തിട്ടാണ് ഓർഡർ ഫില്ല് ചെയ്യുക. ഒരു സമയത്ത് തന്നെ അവർ 10,000 ഓർഡർ പഞ്ച് ചെയ്യാൻ നോക്കില്ല. ഐസ്ബർഗ് ഓർഡേഴ്സ് എന്ന് പറയും. ആ ഐസ്ബർഗ് ഓർഡർ ഇവിടെ പ്ലേസ് ചെയ്തതിന്റെ പേരിലാണ് മാർക്കറ്റിൽ ഈ ഒരു ക്യാൻഡിലെ സൈസ് ചെറുതായത്. പക്ഷെ ഇവിടെ ഉള്ള ഡെൽറ്റനേക്കാളും കുറവാണ് ഈ പുഷ് ചെയ്തുള്ള ഡെൽറ്റയ്ക്ക് ഉള്ളത്. സോ നിങ്ങൾ മനസ്സിലാക്കണം, ക്യാൻഡിലിന്റെ സൈസിലല്ല ഓർഡേഴ്സ് കിടക്കുന്നത്. സോ ആ ലിക്വിഡിറ്റി സ്വീപ്പ് എന്നുള്ള ഒരു കൺസെപ്റ്റ് നമ്മൾ അഡ്വാൻസ് ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യും. ഇപ്പോൾ നിങ്ങൾ എന്താണ് ലിക്വിഡിറ്റി സ്വീപ്പ് എന്നുള്ളത് ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക. സോ നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ ലിക്വിഡിറ്റി സിമ്പിൾ ആയിട്ട് എങ്ങനെയൊക്കെയാണ് മാർക്കറ്റ് കൊണ്ടുപോകുന്നത് എന്നുള്ളത് നോക്കാം. സോ മാർക്കറ്റ് ഒരു സെല്ലറെ സംബന്ധിച്ചിടത്തോളം, സെല്ലർ ഇവിടെ ഒരു ബൈ ഓർഡർ ഉണ്ടായിട്ടാണ് സെൽ സൈഡിലോട്ട് മാർക്കറ്റ് വരുന്നത്. മാർക്കറ്റ് സിമ്പിൾ ആയിട്ട് എന്ത് ചെയ്ത് മുകളിൽ പോയിട്ട് ഈ സെൽ സൈഡിലുള്ള ലിക്വിഡിറ്റി ഇവിടെ ഹണ്ട് ചെയ്ത് മാർക്കറ്റ് എന്ത് ചെയ്ത് അവിടെ ഇൻഡ്യൂസ് ചെയ്ത് മാർക്കറ്റ് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ പോയി. അങ്ങനെ തിരിച്ചു വരാണെങ്കിൽ മാർക്കറ്റിന്റെ ലിക്വിഡിറ്റി എവിടെയുള്ളത്, ഒരു പറ്റം ഓർഡേഴ്സ് ഉള്ളത് ഈ ഒരു ഏരിയയില. മാർക്കറ്റ് ന്യൂ ഡിമാൻഡ് സോൺ എന്നും അതുപോലെ തന്നെ എക്സ്ട്രീം ഡിമാൻഡ് സോൺ എന്നുള്ളത് നമുക്ക് പറയാം. ഇവിടെ ഫോർ എക്സാമ്പിൾ ഈ ഒരു ഏരിയ നമ്മൾ വിചാരിക്കും ഇതാണ് ഡിമാൻഡ് സോൺ എന്നുള്ളത്. നമ്മൾ പിന്നിലോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഏരിയനേക്കാളും താഴെയാണ് ഈ ഒരു ഏരിയ കിടക്കുന്നത്. സോ നമ്മൾ വിചാരിക്കും ഇതാണ് ആക്ച്വൽ ഡിമാൻഡ് സോൺ എന്നുള്ളത്. സോ ഇത് ന്യൂ ഡിമാൻഡ് സോൺ ആണ്. ഇതാണ് ന്യൂ ഡിമാൻഡ് സോൺ. ഇവിടെയാണ് എക്സ്ട്രീം ഡിമാൻഡ് സോൺ ഉള്ളത്. കാരണം ഇവിടെയാണ് ലിക്വിഡിറ്റി കൂടുതലായിട്ടുള്ളത്. സോ ഈ ഒരു കൺസെപ്റ്റ് നമ്മൾ ജേണൽ ആക്കിയിട്ട് എഴുതിയിട്ട് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ നമ്മളെ ലിക്വിഡിറ്റി ഒരു 90% ആക്യുറസിയിലൊക്കെ നമ്മളെ ട്രേഡിന് നമുക്ക് കൊണ്ടുവരാൻ പറ്റും. ഇതിന്റെ കൂടെ ഡെൽറ്റയുടെ സപ്പോർട്ട്, അതുപോലെ തന്നെ ഇൻസ്റ്റിറ്റ്യൂഷൻ ഐസ്ബർഗ്സ് ഓർഡേഴ്സ് കാണുന്ന സോഫ്റ്റ്വെയർസ്, ഇതെല്ലാം ഉണ്ടെങ്കിൽ നമുക്ക് ബൾക്ക് ലോട്ടിൽ നമുക്ക് ട്രേഡ് ചെയ്യപ്പെടാൻ പറ്റും. അതൊക്കെ നമുക്ക് വരുന്ന ക്ലാസ്സുകളിൽ എങ്ങനെയൊക്കെ ചെയ്യാം, ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ട്രേഡിംഗ് സെറ്റപ്പ് എന്താണ് എന്നുള്ളത്, അതിൽ നമുക്ക് എങ്ങനെ ട്രേഡ് ചെയ്യാം, എത്രത്തോളം നമുക്ക് പ്രോഫിറ്റ് പുഷ് ചെയ്യാം, എങ്ങനെയൊക്കെ നമുക്ക് സ്കാൽപ്പ് ചെയ്യാം, ഇതെല്ലാം ലൈവ് ട്രേഡ് ചെയ്യുമ്പോൾ നമ്മൾ ഓൺ ഗോയിങ്ങിൽ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ട് പോകും. ഓക്കെ ഗൈസ്, സോ ലിക്വിഡിറ്റി സ്വീപ്പ് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. സോ ദാറ്റ്സ് ഇറ്റ് ഗൈസ്. സോ ഇവിടെ നമുക്ക് പ്രാക്ടിക്കലി നോക്കുകയാണെങ്കിൽ മനസ്സിലാവുക, ഇൻഡ്യൂസ്മെന്റ് നമ്മൾ ICT-ലൊക്കെ പറയും ഇൻഡ്യൂസ്മെന്റ്. മാർക്കറ്റ് ഇവിടെ നിന്ന് മാർക്കറ്റ് മുകളിലോട്ട് കയറി താഴോട്ട് കയറി അഗൈൻ ഇവിടെ വന്ന്, അപ്പോൾ മാർക്കറ്റ് നമ്മൾ എന്ത് ചെയ്യും, ഇവിടെ ഓർഡർ പ്ലേസ് ചെയ്യും ഈ ഒരു ഭാഗത്ത്, ഇവിടെ സ്റ്റോപ്പ് ലോസസും വെക്കും. ആ സ്റ്റോപ്പ് ലോസസ് വളരെ നല്ല രീതിയിൽ എടുത്തുകൊണ്ട് മാർക്കറ്റ് എന്ത് ചെയ്ത്, മാർക്കറ്റിന്റെ ഡയറക്ഷനിലോട്ട് പോയി. നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്തതിന്റെ ഒരു ഡ്രോയിങ് ആണ് ഇവിടെ കാണിച്ചു തന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഇവിടെ ഒരു സെൽ സൈഡിലോട്ട് പോകുമ്പോൾ നമ്മൾ എന്ത് വിചാരിക്കും, ഇവിടുന്ന് മാർക്കറ്റ് താഴോട്ട് വരുന്നുള്ളൂ. മാർക്കറ്റിന് ഇവിടെ ലിക്വിഡിറ്റി അവൈലബിൾ ആണ് മുകളിൽ, അതെടുത്തപ്പോൾ നമ്മളെ സ്റ്റോപ്പ് ലോസസ് അണ്ട് ചെയ്യപ്പെട്ടു. അതിനുശേഷമാണ് മാർക്കറ്റ് താഴോട്ട് വന്നത്. സോ ഈ ഒരു കൺസെപ്റ്റ് നമ്മൾ അറിഞ്ഞിരിക്കൽ മസ്റ്റ് ആണ്. സോ ഫോർ എക്സാമ്പിൾ ഇവിടെ ഒരു
സപ്പോർട്ട് ഉണ്ടാക്കി, സെക്കൻഡ് സപ്പോർട്ട് ഉണ്ടാക്കി, തേർഡ് സപ്പോർട്ട് ഉണ്ടാക്കുമ്പോൾ നമ്മൾ എന്താ വിചാരിക്കുക, മാർക്കറ്റ് ബ്രേക്ക് ചെയ്യാണ്, ഈ ലിക്വിഡിറ്റി എടുക്കാൻ മാർക്കറ്റ് താഴോട്ട് പോകണമെന്നുള്ളത്. സോ നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഇവിടെ ഒരു ഒരു സെൽ സെറ്റപ്പ് ഉണ്ടാക്കിയിട്ട് മാർക്കറ്റ് താഴോട്ട് വരും. സോ ഇതെന്ത് ചെയ്യും, മാർക്കറ്റ് റിവേഴ്സ് പോകും. കാരണം എന്താ, മാർക്കറ്റിന്റെ ഡയറക്ഷൻ അങ്ങോട്ടാ പോകേണ്ടത്. മാർക്കറ്റിന് ലിക്വിഡിറ്റി അവിടെ അവൈലബിൾ ഉണ്ട്, മാർക്കറ്റ് താഴെയുള്ള ഈ ലിക്വിഡിറ്റി മാർക്കറ്റ് എടുത്തിട്ടുണ്ട്. സോ ഇതാണ് ക്ലാസിക്കൽ റീറ്റെയിൽ ട്രേഡേഴ്സിന്റെ ട്രാപ്പ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ബൈ സൈഡിലേക്ക് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. ബൈ സൈഡിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ മാർക്കറ്റ് എന്ത് ചെയ്ത് ഒരു ഒരു സൈഡ് വേ മാർക്കറ്റിൽ ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തു, ലോവർ വന്ന് അതുപോലെ തന്നെ ഹൈ ക്രിയേറ്റ് ചെയ്തു, അഗൈൻ ലോവർ വന്ന് മുകളിലോട്ട് വരുമ്പോൾ ലിക്വിഡിറ്റി എന്ത് ചെയ്തു, മാർക്കറ്റ് മുകളിലുള്ള സെല്ലേഴ്സിന്റെ ലിക്വിഡിറ്റി എടുത്തു. മാർക്കറ്റ് താഴോട്ട് പോകുമെന്ന് വിചാരിക്കുന്ന ഒരു വലിയ സെല്ലേഴ്സിന്റെ സ്റ്റോപ്പ് ലോസസ് ഇവിടെ അവൈലബിൾ ആണ് മുകളിൽ. സോ അവർ ഓരോ ഭാഗത്തും ലിക്വിഡിറ്റി ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, സെൽ ഓർഡേഴ്സ്. സോ മാർക്കറ്റിന് താഴോട്ട് പോകുന്നതിന് മുന്നേ എന്ത് വേണോ, ഓർഡേഴ്സ്, ബൈ ഓർഡേഴ്സ് അവൈലബിൾ ആയിരിക്കണം. ഇതാണ് ബൈ ഓർഡേഴ്സ്, ഇവിടെയാണ് ബൈ ഓർഡർ ഉള്ളത്. ആ ബൈ ഓർഡർ കൂടെ മാർക്കറ്റ് എടുത്തതിന് ശേഷം എന്ത് ചെയ്തു, സ്മാർട്ട് മണി കൺസെപ്റ്റിൽ സ്മാർട്ട് മണി താഴോട്ട് കൊണ്ടുപോയി മാർക്കറ്റിനെ. സോ ദ റീസൺ യു ഷുഡ് നോ, നമുക്ക് റീസൺ കറക്റ്റ് നമുക്ക് എന്തുകൊണ്ടാണ് മാർക്കറ്റ് താഴോട്ട് പോയത് എന്നുള്ളത്. സോ നമ്മൾ റീറ്റെയിൽ ട്രേഡർ എന്ത് ചെയ്യും, ഒരു ട്രേഡ് സെറ്റപ്പ് ബൈയിലേക്ക് നമ്മൾ കാണും. കാരണം ഇവിടെ ബ്രേക്ക്ഔട്ട് ആണ്, ഈ രണ്ട് ഏരിയന്റെ മുകളിൽ ഇത് ബ്രേക്ക്ഔട്ട് ആണ് എന്ന് വിചാരിച്ച് നമ്മൾ ഇവിടെ ഓർഡർ പ്ലേസ് ചെയ്യും. സോ ഇതൊരു ഫേക്ക് ബ്രേക്ക്ഔട്ട് ആയി, ഇൻസ്റ്റിറ്റ്യൂഷണൽ ട്രേഡേഴ്സ് ഓർഡേഴ്സ് എടുത്തു, ഇൻഡ്യൂസ്മെന്റ് നടത്തി, അതുപോലെ ഈ ലിക്വിഡിറ്റി പൂൾ കവർ ചെയ്തു, എന്നിട്ട് താഴോട്ട് പോയി. സോ ഈ ഒരു കൺസെപ്റ്റ് നിങ്ങൾ മനസ്സിലാക്കി വെക്കണം എപ്പോഴും. സോ നിങ്ങൾക്ക് ഒരു 80% നിങ്ങളുടെ ലോസ് നിങ്ങൾക്ക് കുറയ്ക്കാൻ പറ്റും. നിങ്ങളെ P&L ലോട്ട് സൈസ് നിങ്ങൾക്ക് മാനേജ് ചെയ്തിട്ട് നല്ല രീതിയിൽ പോകാൻ പറ്റും. ഓക്കെ ഗൈസ്, സോ നെക്സ്റ്റ് സീരീസിൽ നമുക്ക് പ്രൈസ് ആക്ഷന്റെ 6th എപ്പിസോഡിലോട്ട് കടക്കാം. ഓക്കെ, ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും പുതിയ ട്രേഡേഴ്സിന് ഈ വീഡിയോ ഷെയർ ചെയ്യാനും നിങ്ങൾ മറക്കരുത്. ഓക്കെ ഗൈസ്, താങ്ക് യു.